സങ്കല്പിച്ച് നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നട്ടലിന് ക്ഷതം സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ 3 മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വീട്ടിൽ തന്നെ കിടപ്പ് രോഗിയായി കഴിയുന്നു. പക്ഷേ ഏതോ ഒരു വ്യക്തി ആ കുടുംബനാഥൻ്റെ അക്കൗണ്ടിലേക്ക് മാസം തോറും അവർക്ക് വേണ്ടുന്ന ഒരു തുക കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. 10-20 വർഷം കഴിഞ്ഞിട്ടും ആരാണ് എന്നെ സഹായിക്കുന്നത് എന്ന എൻ്റെ ഈ രോഗവും എൻ്റെ പ്രയാസവും മനസ്സിലാക്കിക്കൊണ്ട് ആരാണ് എന്നെ സഹായിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതൊക്കെ വിഫലമായി. അവസാനം 10-25 വർഷങ്ങൾക്ക് ശേഷം എന്നെ സഹായിക്കുന്ന, എൻ്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായി എനിക്ക് വേണ്ടുന്ന ക്യാഷ് അയക്കുന്ന ആ സഹോദരൻ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ കിടപ്പ് രോഗിയായ ആ മനുഷ്യൻ ഒരു ടാക്സി പിടിച്ചെങ്കിലും അയാളെ കാണാൻ വേണ്ടിയിട്ട് പോകും. ആ സഹോദരനെ കാണുമ്പോഴുണ്ടാകുന്ന ആ സഹോദരൻ്റെ ആഹ്ലാദവും സന്തോഷവും പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഞാനത് പറഞ്ഞത് സഹോദരങ്ങളെ, നാം ഈ ലോകത്ത് ജനിച്ചു വീണിട്ട് നമുക്ക് വേണ്ടുന്ന വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം സംവിധാനിച്ച ആ സൃഷ്ടാവായ നാഥൻ, ആ ദൈവം നാം പറയാതെ നമുക്ക് വേണ്ടുന്നതെല്ലാം സംവിധാനിക്കുന്നു. ഉമ്മയിലൂടെയുള്ള സ്നേഹം, കാരുണ്യം, ഇതെല്ലാം സർവജ്ഞനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗറക ബി റബ്ബിക്കൽ കരീം, ഉദാരനായ ഔദാര്യവാനായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, ആ സൃഷ്ടാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളയുന്ന വസ്തു എന്താണ്? സൃഷ്ടാവിനെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.